നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചൊള്ളു. റോക്കറ്റ് പോലെ കുതിച്ചിരുന്ന പൂവൻ പഴങ്ങളുടെ വില ഇപ്പോൾ താന്നുകൊണ്ടിരിക്കുകയാണ്. ഓണത്തിനൊപ്പം നല്ല വിലയുണ്ടായിരുന്ന ഇപ്പോൾ പൂവൻ കായുടെ വില ഇപ്പോൾ 50 അടുത്താണ്. പഴമായിട്ടാണ് ഈ 50 രൂപയ്ക്ക് കിട്ടുന്നത്. പക്ഷേ പച്ച കൊടുക്കണമെങ്കിൽ 35 മുതൽ 45 വരെയാണ് പച്ച വിപണിയും ഓടുന്നത്. സമയം ഞാലിപ്പൂവിൻ്റെ വില ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നേരത്തെയൊക്കെ ചിങ്ങമാസത്തിൽ നല്ല കല്യാണം ഉണ്ടായതുകൊണ്ട് കല്യാണ ഡിമാൻഡ് അനുസരിച്ച് ഞാലിപ്പൂവിന് നല്ല ഡിമാൻഡായിരുന്നു. പഴത്തിന് 100 വരെയൊക്കെ പോയിരുന്നു. ഇപ്പോൾ താണ് 80 രൂപയൊക്കെ ആയി. പച്ചയാകുമ്പോൾ 55-60 രൂപ വില നടക്കും ഇപ്പോൾ. അതേസമയം ഓണവിപണി ലക്ഷ്യമാക്കിയിട്ട ഏത്തയ്ക്കയും വില ഇപ്പോൾ കുറഞ്ഞു നിൽക്കുകയാണ്. 40 മുതൽ 50 രൂപയാണ് മിക്ക വിപണികളിലും കച്ചവടക്കാരും എടുക്കുന്നത്. പരമായിട്ട് ഏത്തയ്ക്ക വാങ്ങിക്കുമ്പോൾ 55 മുതൽ 60 വരെയാണ് കടകളിൽ നിന്ന് കിട്ടുന്നത്. ഇതിനെല്ലാം ഓണവിപണി ലക്ഷ്യമാക്കി തമിഴ്നാട്ടിലും ഏത്തയ്ക്ക കൃഷി വൻ കൃഷിയായിരുന്നു. അതോടുകൂടി അവിടെ വിളവെടുപ്പ് കൂടുതലായി ഇതെല്ലാം ഇങ്ങോട്ട് കേരളത്തിലായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നമ്മുടെ നാടൻ ഏത്തയ്ക്കയുടെ വില കുറയാൻ കാര്യം. ഓണം കഴിഞ്ഞതോടുകൂടി മിക്ക കടകളിലും കച്ചവടം തീരെ മോശമാണ്. പഴവർഗ്ഗങ്ങൾ ഉൾപ്പെടെ കുറവാണ്. കാര്യം നാട്ടിൽ ശരിയായ രീതിയിൽ ജോലി നടക്കാത്തതുകൊണ്ട് മഴ ഒരു കാരണവുമായതോടുകൂടി ഓണവിപണിയെല്ലാം അടിച്ചു പൊളിച്ച് ആൾക്കാരുടെ കയ്യിൽ ഇപ്പോൾ പൈസ ഇല്ല. ഈ അവസ്ഥയൊക്കെ ഉടനെ മാറും. ഇനി മിക്ക ആൾക്കാർക്കും നല്ല ജോലിയായി നല്ല രീതിയിൽ കടകളെല്ലാം മുന്നോട്ട് പോവുകയും ചെയ്യും, നല്ല കച്ചവടം നടക്കുകയും ചെയ്യും. ഇനിയും ഏത്തയ്ക്കയും മറ്റ് പഴവർഗ്ഗങ്ങൾക്ക് വില കൂടുമെന്നുള്ള പ്രതീക്ഷയിൽ വീണ്ടും കർഷകർ നല്ല രീതിയിൽ വാഴക്കൃഷികളൊക്കെ നട്ട് പരിപാലിക്കുകയാണ്. ഈ റേഷൻ കാർഡുകൾ BPയിലാക്കാൻ ഇപ്പോൾ വീണ്ടും അവസരം. കൃത്യമായ രേഖകളിൽ അപേക്ഷ വയ്ക്കാം. കേരളത്തിൽ സെപ്റ്റംബർ 22 മുതൽ ഒക്ടോബർ 20 വരെ 2025 വരെ BPL കാർഡിനുള്ള അപേക്ഷ കൊടുക്കാം. നിലവിൽ റേഷൻ കാർഡിൽ സർക്കാർ ജോലിയുള്ളവരോ പെൻഷൻ വാങ്ങുന്നവരോ 4 ചക്ര വാഹനമുള്ളവരോ ജോലിയുള്ളവരോ 1 ഏക്കർ ഭൂമി കൂടുതലുള്ളവരോ 25,000 ശമ്പളമുള്ളവരോ ഒരു 1000 സ്ക്വയർ ഫീറ്റ് മുകളിൽ വീടുള്ളവരൊക്കെ ഇതിൽ അപേക്ഷിക്കാൻ പാടില്ല. അപേക്ഷ കൊടുക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. എന്തെങ്കിലും രോഗാവസ്ഥയോ മറ്റ് ഗുരുതരാവസ്ഥകളുള്ളവർക്ക് മുൻഗണന ഉണ്ട്. അപേക്ഷ അക്ഷയ വഴി കൊടുക്കുമ്പോൾ അവർ ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും കൊടുക്കണം. ആധാർ, പിന്നെ വരുമാന സർട്ടിഫിക്കറ്റ്, മറ്റും ഡീറ്റെയിലും, പിന്നെ OTP വരാനുള്ള ഒരു മൊബൈലും കൊണ്ടുപോകണം. അപേക്ഷ കിട്ടിയതിന് ശേഷം വ്യക്തമായ വെരിഫിക്കേഷൻ ചെയ്തതിലൂടെ മാത്രമേ ഈ BPL കാർഡിലോട്ട് മാറ്റൂ. ക്കുമ്പോൾ കറക്റ്റ് രീതിയിലുള്ള ഇൻഫോർമേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ പിന്നെ അതിനേക്കാളും ദോഷങ്ങൾ സംഭവിക്കും. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്നു വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും, ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ